ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ വീട്ടുജോലിക്കാർക്ക് നേരിടേണ്ടി വന്ന, അതായത് അവരുടെ തൊഴിലിടങ്ങളിൽ നേരിടേണ്ടി വന്ന അവഗണനകളെക്കുറിച്ചാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു ഹോം നേഴ്സാണ്. ഞാൻ 10-16 വർഷം കൊണ്ട് ഈ ഹോം നേഴ്സ് ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാനും ഒരുപാട് വീടുകളിൽ പോയി നിന്നിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ഒരു വീട്ടുജോലിക്കാരി ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരുന്നത് അവഗണനകൾ തന്നെയാണ്. വളരെ കുറച്ച് മാത്രമാണ് പരിഗണന കിട്ടുന്നത്. മാനുഷിക പരിഗണന നഷ്ടപ്പെട്ടില്ലാത്ത കുറേ മനുഷ്യരുണ്ട്. അവരെയൊക്കെ അടുത്തെത്തുമ്പോൾ മാത്രമാണ് അവർക്ക് പരിഗണന കിട്ടുന്നത്, അല്ലെങ്കിൽ അവരെ ജോലിയെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നത്. അല്ലാത്തടങ്ങളിലൊക്കെ വെറും പുച്ഛമായിട്ട് പരിഹാസങ്ങൾ മാത്രമാണ് ഓരോ വീട്ടുജോലിക്കാർക്ക് നേരിടേണ്ടി വരുന്നത്. അടുത്തൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, വീട്ടുജോലിക്കാർക്ക് മാന്യമായ ആഹാരം കൊടുക്കാത്ത നിരവധി വീടുകളുണ്ട്. ഞാനും എൻ്റെ ജോലി സ്ഥലത്ത് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന പലയിടങ്ങളിലും വിശന്ന് കിടക്കേണ്ട ഒരു സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ അനുഭവം പല ജോലിക്കാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ പണ്ട് കാലത്ത് വീട്ടിൽ ജോലിക്ക് പോകുന്നവർക്കൊക്കെ പാളയിലും ചിരട്ടയിലും ഒക്കെ വെള്ളം കൊടുത്തിരുന്നതും ആഹാരം കൊടുത്തിരുന്നതും ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പാളയും ചിരട്ടയും എടുക്കാനൊക്കെ മടിച്ച് ഇന്ന് അവരെ വീട്ടിനകത്തുള്ള ഏറ്റവും മോശമായ ഒരു പ്ലേറ്റും ഒരു ഗ്ലാസ് നമുക്ക് തരും. അത് അവരെ കിച്ചണിലല്ല വെക്കുന്ന, കിച്ചണിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ആഹാരം കഴിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് കഴുകി വെച്ചോളണം. അപ്പം ഇങ്ങനെ പെരുമാറുന്ന ആൾക്കാരുമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നത് കൊണ്ട് ഇന്ന് മിക്ക വീട്ടുജോലിക്കാരും പോകുന്നത് വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ്സും ഒരു പാത്രമൊക്കെ കൊണ്ടാണ് ജോലി പോകുന്നത്. കാര്യം നമ്മളെ സമൂഹം അത്രമാത്രം പരിഗണിക്കാൻ പഠിച്ചതുകൊണ്ട് ആണ് ഇത്തരത്തിൽ ഓരോ ജോലിക്കാരും പോകുന്നത്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ ജോലിക്കായിട്ട് പോകുന്നത്. ഇന്ന് സാധാരണ ഒരു തൊഴിലിടങ്ങളിൽ 8 മണിക്കൂർ അല്ലെങ്കിൽ 9 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ തന്നെ മാന്യമായ ശമ്പളം കിട്ടുന്നു. ഈ വീട്ടു ജോലിക്കാർ 24 അവേഴ്സും ഫുൾ ടൈം നിൽക്കുന്ന ഒരാളെ കാര്യം പറയുകയാണെങ്കിൽ, 24 അവേഴ്സ് ഒരു വീട്ടിൽ നിന്നാലും വളരെ കുറച്ച് ശമ്പളം മാത്രമാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള അവഗണനകളും കൂടെ ആകുമ്പോൾ ഒരുപാട് പേര് മാനസികമായി വേദനിച്ചാണ് ഓരോ വീടുകളിൽ നിൽക്കുന്നത്. ഒരു ഡോക്ടർ കൊച്ചമ്മയുടെ വീട്ടിൽ ചെന്നപ്പം ഞാൻ അവിടുത്തെ അമ്മയെ നോക്കാനാണ് ഹോം നേഴ്സായിട്ട് നിന്ന്. അവിടെ കുക്കിങ്ങിനുള്ള ഒരു ചേച്ചി, അവർ ഒരു സമയത്ത് അറിയാതെ അവിടുത്തെ ഒരു സെറ്റിയിലൊന്ന് ഇരുന്ന് പോയി. അതായത് മെയിനായിട്ട് ഹോളിൽ കിടക്കുന്ന സെറ്റിയല്ല, ഒഴിഞ്ഞൊരു സ്ഥലത്തിരിക്കുന്ന ഒരു സെറ്റിയായിരുന്നു. ആ സെറ്റിയിലൊന്ന് ഇരുന്നതിന് മണിക്കൂറുകൾ മാഡം ചീത്ത വിളിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് മറ്റൊരാളെ പറയുന്നതും എനിക്ക് കേൾക്കേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ജോലിക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ വീട്ടുജോലിക്കാരോട് ഇത്രമാത്രം മോശമായ ആൾക്കാർ പെരുമാറുന്നതെന്ന് ചോദിച്ചാൽ അറിയാൻ വയ്യ. എല്ലാവർക്കും ജോലിക്കാരെ വേണം. അവിടെ വീട്ടിലെന്തെങ്കിലും അപകടം പറ്റി കിടന്നു കഴിഞ്ഞാൽ നോക്കാനും, പിന്നെ വയസ്സായവരെ ശുശ്രൂഷിക്കാനും, അടുക്കളയിൽ അവർക്ക് പാചകം ചെയ്ത് കൃത്യമായി മേശകളിൽ നിരത്തി കൊടുക്കാനും ഒക്കെ ജോലിക്കാരെ ആവശ്യമാണ്. പക്ഷേ അവർക്ക് ആഹാരം കൊടുക്കാൻ താല്പര്യമില്ല, അവർക്ക് കിടന്നുറങ്ങാൻ മാന്യമായ ഒരു കിടക്ക കൊടുക്കാൻ തയ്യാറല്ല. ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ജോലിക്കാരെ വിളിക്കാതിരിക്കുമോ? അതും ചെയ്യൂല. ഏജൻസികൾ മുഖേന വിളിക്കും. ഇപ്പോഴുള്ള ഒരു ട്രെൻഡ്, പണ്ട് കാലത്ത് ഞാൻ ആദ്യം ജോലിക്കിറങ്ങിയ ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏജൻസികൾ വരുമ്പോൾ നമുക്കൊരു ജോലിക്കാരെ വേണം എന്ന് ആൾക്കാർ പറയുകയുള്ളായിരുന്നു, വീട്ടുകാർ പറയുകയുള്ളായിരുന്നു. അല്ലെങ്കിൽ കുക്കിങ്ങിനായാലും ഹോം നേഴ്സിങ്ങിനായാലും ഒരാളെ വേണം എന്നേ പറയുകയുള്ളായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏജൻസികളിൽ വിളിക്കുമ്പം തന്നെ പറയും, നമുക്ക് ഒരു ക്രിസ്തീയ യുവതി ഇത്ര പ്രായത്തിനകത്തുള്ള ആൾ വേണം, അല്ലെങ്കിൽ ഒരു മുസ്ലിം യുവതി, നല്ല ഹിന്ദു യുവതി, ഇങ്ങനെ ജാതി പറഞ്ഞാണ് ഇന്ന് ഓരോ ഏജൻസികളിലും ആളിനെ തിരക്കുന്നത്. ജാതിയും മതവും ഇല്ലയെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങളാണ്. വീട്ടിനകത്തോട്ട് ചെന്ന് കയറുമ്പോൾ എല്ലായിടത്തും ജാതിയും ഉണ്ട്, മതവും ഉണ്ട്. ഇതൊക്കെ എന്ന് മാറുമെന്ന് ചോദിച്ചാൽ അറിയാൻ വയ്യ. അപ്പം ഇത്രയ്ക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഓരോ ജോലിക്കാരും തൊഴിലിടങ്ങളിൽ അനുഭവിച്ചു. ഇന്നുള്ള ജോലിക്കാർ ഏകദേശം വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരാണ് കൂടുതലും പുതിയ തലമുറയിലെ ജോലിക്ക് ഇറങ്ങുന്നവർ. അവരൊക്കെ നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. ജോലിക്കാർ പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരങ്ങ് വായാടികളായി, അല്ലെങ്കിൽ തൻ്റേടമുള്ളവരായി, അഹങ്കാരമുള്ളവരായി, ഇങ്ങനെയൊക്കെ പല രീതിയിൽ പറഞ്ഞ് തരം താഴ്ത്തുന്നുണ്ട്. വീട്ടുജോലിക്കാരൊന്നും പ്രതികരിക്കാൻ പാടില്ല. വീട്ടുടമ പറയുന്ന അനുസരിച്ച് കേട്ട് അവരെ ജോലികളെല്ലാം ചെയ്ത് ആട്ടും തുപ്പും കേട്ട് നിന്നോളണമെന്നാണ്
മിക്ക വീടുകളിലെയും ഒരു പൊതുവായ ഒരു ധാരണ. ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിരക്ഷ ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ എൻ്റെ അറിവിൽ ഇതുവരെ ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല. ഈ ജോലിയിടങ്ങളിൽ എത്രയോ പേര് മരിച്ചു വീഴുന്നവരുണ്ട്, അപകടങ്ങളിൽപ്പെട്ട് ജോലിക്ക് പിന്നെ പോകാൻ കഴിയാതെ വീടുകളിൽ കിടക്കുന്നവരുണ്ട്, നിരവധി പേരുണ്ട്. ഒരു സംഘടന വഴിയോ യാതൊരുവിധ സഹായവും കിട്ടിയിട്ടില്ല. ഈ മാറി മാറി വരുന്ന ഭരണ സംവിധാനങ്ങൾ വഴിയോ ഒരു സഹായവും വീട്ടുജോലിക്കാർക്ക് കിട്ടിയിട്ടില്ല. ഇനി വരും കാലങ്ങളിലെങ്കിലും വീട്ടുജോലിക്കാർക്ക് വേണ്ടുന്ന ഒരു കരുതൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നായാലും മറ്റ് സംഘടനയുടെ ഭാഗത്തുനിന്നായാലും ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ജോലിയിടങ്ങളിൽ നേരിട്ട അവഗണനയെക്കുറിച്ച് പറഞ്ഞതോടൊപ്പം തന്നെ എൻ്റെ അടുത്ത വീഡിയോയിൽ ജോലിയിടങ്ങളിൽ കിട്ടിയ പരിഗണനയെക്കുറിച്ച് പറയുന്നതാണ്. എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.